നിങ്ങൾക്കൊരു സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ഫിസിക്കാണ്, അതായത് ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താ, എൻ്റെ കൈയും കാലും എല്ലാം വളരെ സ്കിന്നിയാണ്, അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് ഒട്ടും മാസും കാര്യങ്ങളും ഒന്നും ഇല്ല, അതുപോലെ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് തന്നെ സൈസ് ഗെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഉറപ്പായിട്ടും വലിയൊരു ബൾക്കിംഗ് ഡയറ്റിലോട്ട് കയറണം. പക്ഷെ അങ്ങനെ ഒരു ഹ്യൂജ് ബൾക്കിംഗ് ഡയറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മോസ്റ്റ് ആൾക്കാർക്കും എന്താ പറയണേ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഉള്ളതിനേക്കാൾ ഒരു വേഴ്സ് കണ്ടീഷനിലോട്ടായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു സ്കിന്നി ഫാറ്റ് ഫിസിക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എന്താ പറയുക ഇപ്പം ആംസും അതുപോലെ ലെഗ് ഏരിയയും എല്ലാം എന്താ പറയുക വളരെ സ്കിന്നിയാണ്. പക്ഷേ നിങ്ങളുടെ സ്റ്റൊമക് ഏരിയ എസ്പെഷ്യലി നിങ്ങളുടെ എന്താ പറയുക ലോവർ അബ്ഡോമിനൽ ഏരിയ ഉണ്ടല്ലോ, അവിടെ നല്ല ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനാണ് എന്താ പറയണേ സ്കിന്നി ഫാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫിസിക്കുള്ള പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ബൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആംസിനും അതുപോലെ തന്നെ ലെഗിനും ഒക്കെ കുറച്ച് സൈസ് ആകും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു സർപ്ലസ് ഡയറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെജോറിറ്റി കാലറീസ് എന്താ പറയുക ഫാറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. അല്ലാണ്ട് ഒരിക്കലും എന്താ പറയുക അത് വലിയൊരു മസിൽ ഗ്രോത്ത് ഒന്നും തരാൻ പോകുന്നില്ല. അങ്ങനെ വലിയ സർപ്ലസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഇങ്ങനത്തെ ഒരു ഫിസിക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഒരു മെയിൻ്റെനൻസ് കാലറീസ് ഉണ്ടല്ലോ അത് കണ്ടിന്യൂ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഡെഫിസിറ്റിലോട്ട് വേണം പോകാനായിട്ട്. സയന്റിഫിക് സ്റ്റഡീസ് എല്ലാം തന്നെ കാണിക്കുന്നത് നിങ്ങളുടെ കിലോഗ്രാമിലുള്ള ബോഡി വെയിറ്റിന്റെ 2 times ഗ്രാം ഓഫ് പ്രോട്ടീനും കഴിച്ചിട്ട് അതിനോടൊപ്പം നല്ലൊരു റെസിസ്റ്റൻസ് ട്രെയിനിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ടൈം എന്താ പറഞ്ഞ ഫാറ്റ് ലൂസ് ചെയ്യാനും പറ്റും, അറ്റ് ദി സെയിം ടൈം നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാനും പറ്റും. എസ്പെഷ്യലി നിങ്ങൾക്ക് ജിം ട്രെയിനിങ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, നിങ്ങളൊരു ന്യൂബി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂബി ഗെയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ബോഡി റീകോമ്പോസിഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ നിങ്ങൾ ദീർഘകാലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക ബോഡി ഫാറ്റ് കുറയുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ ബോഡി മസിൽസ് കൂടുകയും ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഫിസിക് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും.